ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ശ്രീ എം.എഫ്. തോമസ് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചേക്കേറിയത് മുതൽ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. വെറും സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പോരാ, ആത്മാർത്ഥമായ സുഹൃത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് എന്നാണോ ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കണ്ടത്, അന്നത്തെ അതേ മനോഭാവം അദ്ദേഹം ഇന്നും എന്നോട് വച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഞങ്ങൾക്കിടയിൽ ഒരിക്കലും ഒരു അസ്വാരസ്യവും ഉണ്ടായിട്ടില്ല. സൗഹൃദത്തിന് ദൃഢത കൂടിയിട്ടേ ഉള്ളൂ. അത് എൻ്റെ സവിശേഷതയല്ല, തോമസിൻ്റെ സവിശേഷതയാണ്. ചലച്ചിത്ര പ്രദർശനങ്ങൾ പലതും നടക്കുമ്പോൾ അവിടെ ഞാൻ സ്ഥിരമായി കണ്ടിരുന്ന ഒരു മുഖം എം.എഫ്. തോമസിൻ്റേതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും പത്രത്തിലോ വാരികയിലോ ആ ചിത്രത്തിൻ്റെ നിരൂപണം അദ്ദേഹത്തിൻ്റെതായി അച്ചടിച്ചു വരും. സത്യസന്ധമായിട്ടാണ് അദ്ദേഹം എഴുതുക. അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. എഴുതുമ്പോൾ യാതൊരു കലർപ്പും ഉണ്ടായില്ല. വിദേശ ചിത്രമായാൽ അതിൽ മനസ്സിലാകാത്ത ഭാഗം ഞാൻ ഗ്രഹിച്ചിരുന്നത് പിന്നീട് വരുന്ന തോമസിൻ്റെ ലേഖനം വായിച്ചാണ് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ദ്രഷ്ടാക്കൾക്ക് എതിരഭിപ്രായം തോന്നാത്ത തരത്തിൽ അത്രയ്ക്ക് വസ്തുതാപരമാണ് അദ്ദേഹത്തിൻ്റെ രചനാരീതി. പല ഫിലിം സൊസൈറ്റികളും സർവകലാശാലകളും സംഘടിപ്പിച്ച ചലച്ചിത്ര ആസ്വാദന കോഴ്സുകളുടെ ക്യാമ്പ് ഡയറക്ടറായി തോമസ് അവരോധിച്ചിട്ടുണ്ട്. അവിടെയും സ്തുത്യർഹമായ സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിട്ടുള്ളത്. കോഴിക്കോടൻ പുരസ്കാര നിർണയ സമിതിയിൽ തുടക്കം മുതൽ കുറേ കാലം ഞാനും തോമസും അംഗമായിരുന്നു. പിൽക്കാലത്ത് അംഗമല്ലായിരുന്നിട്ട് പോലും ഞങ്ങൾ പുരസ്കാര വിതരണ വേദിയിൽ വേണമെന്ന് കോഴിക്കോടൻ്റെ സഹധർമ്മിണിക്കും അവരുടെ മരണശേഷം അത് അദ്ദേഹത്തിൻ്റെ മകനും മകൾക്കും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വർഷവും ജനുവരി 20-ന്, ജനുവരി 20-ാം തീയതിയാണ്, ഈ വരുന്ന 20-ാം തീയതിയാണ് കോഴിക്കോടൻ അന്തരിച്ച ദിവസം, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അതിരാവിലെ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കോഴിക്കോടേക്ക് പോകും. അന്ന് വന്ദേ ഭാരത് ഒന്നും വന്നിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ കൂടി ഞങ്ങളോടൊപ്പം ഉണ്ടാകും. സെൻസർ ബോർഡ് ഡയറക്ടറായിരുന്ന KL ശ്രീകൃഷ്ണദാസ് സാറ്. ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് പലപ്പോഴും പോവുക. ഒരു പ്രാവശ്യം നീലന് അവാർഡുണ്ടായിരുന്നു, അദ്ദേഹവും ഞങ്ങളോടൊപ്പം കൂടി. ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കയറിയാൽ അതുമുതൽ കോഴിക്കോട് ചെന്നിറങ്ങി അവിടെ വിശ്രമിക്കുമ്പോഴും അന്ന് വൈകുന്നേരം ആ ചടങ്ങ് നടക്കുമ്പോഴും പിറ്റേ ദിവസം തിരിച്ചു മടങ്ങുകയും വരികയും തോമസ് ഇങ്ങനെ സിനിമകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അദ്ദേഹം കണ്ട സിനിമകൾ, വായിച്ച സിനിമയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ആ യാത്രകൾ അദ്ദേഹം ഇവിടെ ഇല്ല, ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് ഓർമ്മ വന്നേ. അവിസ്മരണീയമാണ്. കാരണം ഞാൻ ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു, കോവിഡ് വന്നതിന് ശേഷമാണ് കോഴിക്കോട് അവാർഡ് നിലച്ചു പോയത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും ഞങ്ങൾക്ക് പോകാനൊരു അവസരം ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് പരമാർത്ഥം. അദ്ദേഹത്തിന് ഇടയ്ക്ക് കാഴ്ചയ്ക്ക് ചില പ്രശ്നങ്ങൾ വന്നു. അപ്പോഴും തടിച്ച ഗ്ലാസ് ധരിച്ച് അദ്ദേഹം ഒരു സിനിമയും വിടാതെ തിയേറ്ററിൽ വന്നിരുന്ന് കാണുമായിരുന്നു. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ചില സിനിമകൾ കാണാൻ അദ്ദേഹം ഏറ്റവും മുൻനിരയിൽ, നമ്മൾ ആരും ഇരിക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത സ്ഥലത്ത് ഏറ്റവും മുൻനിരയിൽ ചെന്നിരുന്ന് ഒറ്റയ്ക്ക് ഈ സിനിമ കാണുന്നതാണ്. മുൻനിരയിലൊന്നും അധികം ആളില്ല. ഈ സ്വകാര്യ പ്രദർശനങ്ങൾ നടക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്, തിയേറ്ററിലായില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ ഇങ്ങനെ മുമ്പ് ചെന്നിരിക്കുന്നതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് കാഴ്ചയ്ക്ക് ഇച്ചിരി
പ്രശ്നമുണ്ട്. ഏറ്റവും മുമ്പിലിരുന്നാൽ മാത്രമേ അത് നന്നായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മളാണെങ്കിൽ അപ്പോൾ ആരും അങ്ങനെ ഒരു സിനിമ കാണാൻ പോവില്ല. പക്ഷേ തോമസിന് അങ്ങനെ ഒരു സിനിമ പോലും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അടുപ്പം, ആഭിമുഖ്യം എത്രയാണെന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളാണ് തോമസ് എന്ന് പറയാനാണ് ഞാൻ ഈ സംഭവം പറഞ്ഞത്. പിന്നീട് തിമിര ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് അദ്ദേഹം പ്രിസൈസിൽ തിമിര ശസ്ത്രക്രിയ ചെയ്തു. ഈ അന്നുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്യുന്നതുകൊണ്ട് അറിയാം. തിമിര ശസ്ത്രക്രിയ ചെയ്തു, അത് അന്വേഷിച്ച് ഞാനും ശ്രീകൃഷ്ണദാസ് സാറും കൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയൊക്കെ ചെയ്തു. പക്ഷേ ഇപ്പം അദ്ദേഹം പണ്ടത്തേക്കാൾ നന്നായിട്ട് കാഴ്ച നന്നായി കാണാൻ സാധിക്കുന്ന ഒരാളുമാണ്. തുടക്കകാലത്ത് കലാകൗമുദിയുടെ, നേരത്തെ ഇവിടെ ബൈജു ചന്ദ്രൻ പറഞ്ഞതുപോലെ, തുടക്കകാലത്ത് കലാകൗമുദിയുടെ ഫിലിം മാഗസിനിലാണ് ഞാനും തോമസും ഒരേ സമയം എഴുതി തുടങ്ങി. ഞാൻ ഗാനങ്ങളെക്കുറിച്ചും തോമസ് അക്കാലത്ത് ഇറങ്ങുന്ന ചലച്ചിത്രങ്ങളെക്കുറിച്ചും, ഒരുപക്ഷെ മലയാള ചലച്ചിത്രങ്ങളോ അല്ലെങ്കിൽ പിന്നെ വിദേശ ചിത്രങ്ങളെ കുറിച്ചൊക്കെ എഴുതി തുടങ്ങുന്നതിലാണ്. എനിക്ക് തോന്നുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ഏത് ചിത്രത്തിനും തോമസ് ഉടനെ ആസ്വാദനം എഴുതും. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമകളൊക്കെ നമ്മളെപ്പോലെ അന്ന് ആവേശത്തോടെ കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അന്ന് ആ ചിത്രം കാണുന്ന അതേ താല്പര്യത്തോടെ തന്നെ പിന്നീട് ഫിലിം മാഗസിനിൽ വരുന്ന അടൂർ ഗോപാലകൃഷ്ണൻ്റെ ഈ സിനിമയെക്കുറിച്ച് എഴുതിയ തോമസിൻ്റെ നിരൂപണവും വായിച്ച് നമ്മൾ രസിക്കുമായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എം.എസ്. തോമസിനെ നീണ്ട വർഷങ്ങളുടെ അടുപ്പം കൊണ്ട് മനസ്സിലാക്കിയെന്ന് ഞാൻ പറയട്ടെ. അദ്ദേഹം ശുദ്ധനായ ഒരു മനുഷ്യനാണ്, എല്ലാ അർത്ഥത്തിലും ശുദ്ധനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം ധരിക്കുന്ന ശുഭ്രവസ്ത്രം പോലെ തന്നെ വെണ്മയാർന്നതാണ് അദ്ദേഹത്തിൻ്റെ മനസ്സ്, യാതൊരു സംശയവുമില്ല. ചിലർ വെള്ളം ഇരിക്കും, പക്ഷേ ഭാഗം കറുപ്പായിരിക്കും. ഇതങ്ങനെയല്ല. ഇത് ആ വസ്ത്രം പോലെ തന്നെ അതിനകത്ത് ഒരു കടുകിൻ്റെ അത്ര ഉള്ള ഒരു അഴുക്ക് പറ്റിയിട്ടില്ല എന്ന് ഇത്രയും വർഷത്തെ അടുപ്പം കൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഇറങ്ങിയ ഉടൻ തന്നെ സ്നേഹത്തോടു കൂടി എനിക്ക് സമ്മാനിച്ചിട്ടുമുണ്ട്. സിനിമയെ കണ്ടെത്തൽ, സിനിമയുടെ ആത്മാവ്. ഇന്നിങ്ങോട്ട് വരാൻ വേണ്ടി ഈ പുസ്തകങ്ങളൊക്കെ എടുത്തൊന്ന് നോക്കി, അപ്പോഴാണ് ഈ പേരുകളൊക്കെ പിന്നെ അടൂരിൻ്റെ ലോകം, അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ, ഇന്ത്യൻ സിനിമ തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ എന്ന പുസ്തകത്തിനാണ് അദ്ദേഹത്തിന് 2006 മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കേരള വിജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനകോശങ്ങൾ, പിന്നെ അതിലൊക്കെ ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള ഭാഗം എഴുതിയിരിക്കുന്നത് പലപ്പോഴും തോമസാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്. അടൂരിൻ്റെ അതുവരെയുള്ള എല്ലാ ചിത്രങ്ങളുടെയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പഠനമാണ് അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ. ആ പുസ്തകം പിന്നെ ഒരുപക്ഷെ ദേശീയ പുരസ്കാരം കിട്ടേണ്ട യോഗ്യമായ പുസ്തകമാണ്. എന്തുകൊണ്ടോ അങ്ങനെയാണല്ലോ, ചില ഭാഗ്യം കൂടെ വേണമല്ലോ, അങ്ങനെ കിട്ടിയിട്ടില്ല. തോമസിന് അശീരി 80 വയസ്സ് ആയി എന്ന് കരുതാൻ പ്രയാസമുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അദ്ദേഹം ഇപ്പോഴും ചെറുപ്പമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തോമസ് എത്തിയിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് നമ്മൾ എല്ലാ വർഷവും പോകുന്ന കഥയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മാധ്യമ പഠന കേന്ദ്രത്തെ ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു.